സ്വർണ്ണ വ്യാപാരി അരുൺ മാർക്കോസ് ഉണ്ട് പ്രതികരിക്കാൻ. നമസ്കാരം ശ്രീ അരുൺ മാർക്കോസ്. ഇന്നത്തെ ഒരു സ്വർണ്ണവില വലിയ രീതിയിലുള്ള റെക്കോർഡ് തന്നെയാണ്. ഇനിയും വരും ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സ്വർണ്ണവില കുറയാനുള്ളൊരു സാധ്യത എത്രത്തോളമുണ്ട്? നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശേഷവും വീണ്ടും ഇപ്പൊ ഗ്രാമിന് 50 രൂപ കൂടിയിരിക്കുകയാണ്. ഇപ്പോ 13,405 രൂപ എന്ന നിലയിലാണ് ഇപ്പോ വ്യാപാരം നടക്കുന്നത്. 13,405 എന്ന നിലയിലേക്ക് എത്തുമ്പോൾ 1,07,240 രൂപ ഒരു പവൻ സ്വർണത്തിന് പണിക്കൂലിയോ മണിക്കൂറോ ഇല്ലാതെ സ്വർണ്ണവില മാത്രമായി നൽകേണ്ടതായിട്ട് വരുന്നു. അത് ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ അത് 1,15,000 അതിന് മുകളിലേക്കോ ആകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു വിദേശത്തുണ്ടാവുന്ന ഓരോ വ്യതിയാനങ്ങൾ, അതായത് അമേരിക്കയാണ് ഇതിനെല്ലാം ഒരു വശത്തെ കാരണക്കാർ. വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾക്കിടയിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം ആളുകൾ വൻതോതിൽ വാങ്ങി കൂട്ടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സ്വർണ്ണവില ഇത്ര ഇതിലേക്ക് ഉയർന്നിരിക്കുന്നത്. അത് കുറയാനായിട്ടുള്ള യാതൊരു ലക്ഷണവും ഉടനെ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ വെള്ളി വിലയും 300 ഒക്കെയിലേക്ക് എത്തുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വില ഉടനെ താഴാനുള്ള സാധ്യതയില്ല. ഈ നേരത്തെയൊക്കെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഈ സ്വർണ്ണവില കൂടി നിൽക്കുന്നുണ്ട് ആളുകളൊക്കെ ഈ സ്വർണം വിൽക്കാനുള്ള ഒരു ടെൻഡൻസി ആണ് എന്നുള്ളത്. അപ്പോൾ ഇനിയും വരും സമയങ്ങളിലും അത് തന്നെയുണ്ടേ പ്രതീക്ഷിക്കാൻ? ഉണ്ട്, ആളുകൾ വിൽക്കാനുള്ള ഇതിന്റെ എൻക്വയറി നടക്കുന്നുണ്ട്. പക്ഷെ അവരും ഇന്നത്തെ വിലയൊക്കെ കാണുമ്പോൾ അവർ വലിയ കൺഫ്യൂസ്ഡ് ആണ്. ആളുകൾ വീണ്ടും ഇങ്ങനെ ഇത്രയും ഒരു വലിയ വ്യതിയാനം ഒറ്റ ദിവസം ഉണ്ടാകുമ്പോൾ ആളുകൾ വീണ്ടും വില വർദ്ധിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് അവർ വെയിറ്റ് ചെയ്യുന്ന ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെ ഉള്ളൊരു ഇതുള്ളതുകൊണ്ട് വീണ്ടും ആളുകൾ ജ്വല്ലറിയിലേക്ക് വിൽക്കാനായിട്ട് എത്തുന്ന അതിലും ഒരു ചെറിയ കുറവുണ്ട്. പക്ഷേ ചില ആളുകൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വില കൂടിയപ്പോൾ അതിനെ ആ പണം മുതലാക്കാമെന്ന തരത്തിൽ ആളുകൾ വിൽക്കാനായിട്ട് എത്തുന്നുണ്ട്. പക്ഷെ കുറെ അധികം ആളുകൾ വിൽക്കാനുള്ള ഒരു എൻക്വയറി ചെയ്തിട്ട് അല്ലെ നാളെ വരാം അല്ലെ അടുത്ത ദിവസം വരാം എന്നുള്ള തരത്തിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. താങ്കളുടെ ഒരു കണക്കുകൂട്ടലിൽ എത്ര വരെ സ്വർണ്ണവില ഉയരാനാണ് സാധ്യത? അങ്ങനെ ഒരു കണക്ക് നമുക്ക് ഇപ്പോൾ ഒരു പ്രവചനം സാധ്യമാണോ? അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഒരു കാരണവശാലും സാധ്യമല്ല. കാരണം ഇതിന്റെ പ്രധാന അമേരിക്ക ഉണ്ടാക്കുന്ന ഭൗമരാഷ്ട്ര സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻലാൻഡ് അടക്കമുള്ള അതുപോലെ തന്നെ ഇറാന്റെ വിഷയങ്ങള്, അങ്ങനെ പല ഈ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തീരുവ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒക്കെ അമേരിക്ക ഏർപ്പെടുത്തിയേക്കുന്ന തീരുവ സംബന്ധിച്ച് അതുപോലെ നിലവിലുള്ള ഈ അമേരിക്കയുടെ പുതിയ ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായി അമേരിക്ക രൂപം നൽകുന്ന പുതിയ സംഘടന, അതിലേക്ക് വരാത്ത ആളുകൾക്ക് സമ്മർദ്ദം ചെലുത്തുന്ന അടക്കം ഒരുപാട് നിരവധി ആഭ്യന്തര അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് സ്വർണ്ണവില മുന്നോട്ട് പോകുന്നത്. ഇതിങ്ങനെ ഈ സംഘർഷങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ വില വീണ്ടും മുകളിലേക്ക് ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ആളുകൾ ഷെയർ മാർക്കറ്റിലെ പോലെയല്ല, ആളുകൾ ലോഹങ്ങളിൽ കൃത്യമായ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലല്ല ഇത് നടക്കുന്നത്. ജപ്പാനും ചൈനയും അടക്കം അതുപോലുള്ള വലിയ വലിയ രാജ്യങ്ങളിലെ ആളുകൾ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. അങ്ങനെ ആ നിക്ഷേപം സ്വർണം കൂടുതലായി വാങ്ങി വയ്ക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് ഈ സ്വർണ്ണവിലയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നത്. അത് ഈ നിലവിലെ സാഹചര്യത്തിൽ അത് വീണ്ടും ഉയർന്നു തന്നെ നിൽക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എത്ര വരെ ഉയരുമെന്നോ ഏത് ലെവലിൽ നിന്നിട്ട് താഴേക്ക് പതിക്കുമെന്നോ അല്ലെ താഴേക്ക് എത്ര കുറയുമെന്നോ ഒന്നും ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. സാമ്പത്തിക വിദഗ്ധർ ഒരുപാട് വലിയ വിദഗ്ധ അഭിപ്രായങ്ങളൊക്കെ ഓരോ ദിവസങ്ങൾ പറയും, നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവരിതുവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഞാനിപ്പോ അന്ന് തൊട്ട് പറഞ്ഞതിന് കൃത്യമായ അനാലിസിസ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞ് വില ഉടനെ താഴാൻ യാതൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞ അതേ അനാലിസിസിൽ തന്നെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്ന പല കാര്യങ്ങളിലും പല പ്രഡിക്ഷനുകളിലും ഒന്നും ഇപ്പൊ ഈ സ്വർണ്ണവിലയുടെ കാര്യത്തിൽ യാതൊരു ഇതുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ആർക്കും ഒരു കൃത്യമായ പ്രവചനം ആർക്കും നടത്താൻ സാധിക്കില്ല. നമ്മൾ കൃത്യമായ ഓരോ ദിവസത്തെ
അന്നത്തെ മാർക്കറ്റ് പഠിച്ച് ബിസിനസ് ചെയ്യുക മാത്രമേ ഇനി മുന്നോട്ട് സാധ്യമാകൂ എന്നുള്ള തരത്തിലേക്കായി. ഇനി വ്യാപാരം ഈ ഒരു അവസ്ഥയിൽ പോയാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച്. ചെറുകിടക്കാരും അതിൽ തന്നെ വ്യാപാരം ലോണുകൾ എടുത്തും ഒക്കെ നടത്തുന്ന ആളുകൾ ഒക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇവരൊക്കെ എങ്ങനെ ഈ വ്യാപാരം ഇനി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയിലാണ്. അത് ഒരു ഒറ്റയടിക്ക് നിർത്താൻ സാധിക്കില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഈ അവരുടെയൊക്കെ ലോണുകൾ കുമിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വ്യാപാര മേഖല നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിൽക്കാൻ ചെല്ലുന്ന ആളുകൾ ഒക്കെ ചൂഷണങ്ങൾ നേരിടും. ഇവരെയൊക്കെ അതിജീവിച്ച് ഈ സ്വർണ്ണ വിപണി പിടിച്ചു നിൽക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ വിവാഹ സീസണൊക്കെ ആകുമ്പോൾ അല്ലെ വിവാഹ പാർട്ടികളെല്ലാം ഇപ്പോൾ ഈ ഒരു വിലയിൽ പോലും അവർ സ്വർണം വാങ്ങാൻ എത്തുന്നുണ്ടല്ലോ അല്ലേ? കാരണം ഈ സ്വർണം ഒഴിച്ചുള്ളൊരു വിവാഹം അങ്ങനെ നമ്മൾ പറയുമെങ്കിലും അത്ര എളുപ്പമല്ല ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ. അപ്പോൾ അത് അവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഈ സ്വർണം വാങ്ങാനുള്ള ഒരു ടെൻഡൻസി അവരിലെങ്കിലും ഉണ്ടോ? ടെൻഡൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് അവർ വാങ്ങുന്ന അളവ് 1/3 കുറഞ്ഞിരിക്കുകയാണ്. നിലവിലുണ്ടായിരുന്ന സ്വർണം ആളുകൾ വാങ്ങിക്കൊണ്ടിരുന്ന രീതിയിൽ നിന്ന് വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. വലിയൊരു ചേഞ്ചാണ് ഈ സ്വർണ്ണവിലയിലെ വർധനവ് മൂലം ഉണ്ടായിരിക്കുന്നത്. അത് കാരണം ആളുകൾ അതിനനുസരിച്ച് ഉള്ള രീതിയിൽ സ്വർണം വാങ്ങുന്നതിന്റെ അളവ് വളരെ വലിയ രീതിയിൽ കുറച്ചുകൊണ്ടാണ് അവർ സ്വർണം വാങ്ങുന്നത്. ഞാൻ മുൻപ് നമ്മൾ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പരമാവധി ഇപ്പോഴത്തെ യുവതലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ അവരൊക്കെ ഉപയോഗിക്കുന്നത് ഒരു സെറ്റ് ആഭരണം അന്ന് കല്യാണത്തിലേക്ക് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഇവരാരും ആഭരണങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ രീതിയിൽ കുറഞ്ഞിരിക്കും. നേരത്തെ ഒരു നൈസ് ചെയിൻ, ഒരു മാലയും അല്ലെങ്കിൽ ഒരു നേർത്ത വളയും ഒക്കെ ഇടുന്ന തരത്തിൽ, അല്ലെ അതിലും അതുപോലും ഇടാൻ ആഗ്രഹിക്കാത്ത ഒരു തരത്തിലേക്ക് ജൻസി കുട്ടികളും ഒക്കെ കടന്നു വരുന്നതോടുകൂടി ഈ മാർക്കറ്റിൽ ഈ സ്വർണ്ണ വ്യാപാരത്തിന് വലിയൊരു ചേഞ്ച് ഉണ്ടാവും. അത് എങ്ങനെ അതിനകത്ത് ഞങ്ങളൊക്കെ പിടിച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രം ആണ് ഇപ്പൊ ഈ വില കൂടി വരുന്നത്. അത് നമ്മുടെ ഇരിക്കുന്ന സ്റ്റോക്കിലും ആ ഒരു ഇത് വർധന ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അല്ലാണ്ട് ബിസിനസ് ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. വാടക, സ്റ്റാഫുകളുടെ ശമ്പളം, അല്ലാത്ത മറ്റ് ഇതര ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് എല്ലാ വ്യാപാരികളും പോകുന്നത്. അതുതന്നെയാണ്, ഇത്തരത്തിൽ സ്വർണം ഇങ്ങനെ വില കൂടി നിൽക്കുകയാണെങ്കിൽ ഈ ജ്വല്ലറികളിലേക്ക് ആളുകൾ വരുന്ന കാര്യത്തിലാണ് അത് ബാധിക്കുക എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീ അരുൺ മാർക്കോസ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.